അതാ ആ ABC ഷർട്ടിട്ട പാർട്ടിയാ. നീ ചെന്ന് വളച്ചെടുക്ക്. മോനെ, നിനക്ക് ഈ മേൽവിലാസത്തിൽ ആളറിയാമോ? അറിയാമോ? രേവതി ചേച്ചിയുടെ ആരാ? രേവതി ചേച്ചിയുടെ സ്വന്തം ആളാ. ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ ഒരു താളല്ലേ, വാ പോവാം. കുട്ടി ബസ് പോണുണ്ടോ? കുട്ടി ബസ് അല്ല, എത്ര നേരം നടക്കുന്ന? എത്ര ആയില്ലേ? ഇപ്പൊ എത്തും ചേട്ടാ. ഈ വളവോട് അങ്ങോട്ട് കഴിഞ്ഞാ എത്ര വളവും തിരിവും കഴിഞ്ഞ്? അതുകൊട്ടെ, ചേട്ടൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ, എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം. അതിന് നിങ്ങളെ പേടിച്ചിട്ടല്ലേ രേവതി ചേച്ചി ഇങ്ങോട്ട് ഓടിപ്പോന്നു? എടാ, അതൊക്കെ പണ്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ. അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടുത്തെ നമ്പർ 1 റൗഡി ഒരുത്തനുണ്ട്, ഈരാളി. കേട്ടിട്ടുണ്ടോ? ഈരാളി ഇത് കേട്ടിട്ടില്ല, നീരാളി ഇത് കേട്ടിട്ടുണ്ട്. കടലിലൊക്കെ അങ്ങനെ പിടിച്ചാക്കുന്ന ഒരു ജന്തു. ഇത് കരയെ പിടിച്ചാക്കുന്ന പാർട്ടിയാ. പോലീസിന് പോലും പേടിയാ. അയാളും രേവതി ചേച്ചി തമ്മിൽ പ്രേമമാ. അവിടുന്ന് രേവതി ചേച്ചിയുടെ സ്വത്തെല്ലാം ചേച്ചിയുടെ അമ്മാവന്റെ കയ്യിലല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യില്. കുട്ടൻ ചേട്ടൻ ഉള്ളിടത്തോളം കാലം അവരുടെ കല്യാണത്തിന് അമ്മാവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കുട്ടൻ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. നേരാണോ? ചേട്ടന് കേൾക്കണോ? 13 കൊലയിട്ടുള്ള ആളാ. ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊല ചെയ്യുമ്പോഴും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു. അത് ചേട്ടനുള്ളതായിരിക്കും. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക. എന്റെ പൊന്നു ചേട്ടൻ തിരിച്ചു പോകുന്നതാ നല്ലത്. അല്ല, നമുക്ക് അവളി ഒന്ന് കണ്ടിട്ട് ഇത് നേരാണോന്ന് ചോദിച്ചിട്ട് പോയാ പോരെ? ഞാനടി നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ. 14 കൊല ചെയ്തു. 15ാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ. അല്ല, ആ പയ്യൻ പറഞ്ഞത് 13 കൊല ചെയ്തെന്നാണല്ലോ. കൊന്ന എന്നെക്കാൾ നിശ്ചയം നിനക്കാണോടാ? അയ്യോ, അല്ലേ. പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടുകത്തി ഞാൻ എടുത്തിട്ടില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുവരെ നീ അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ കൊല്ലും ഞാൻ. ഇവനാരാണ്? ഞാൻ നീ പോയിക്കോ. ഇങ്ങോട്ട് നോക്ക്, വെട്ടുകത്തി എടുക്കാൻ പോയിരിക്ക. ഇവിടെ നനിയെ കൊല്ലുന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നാ ഉടൻ കൊല്ലും. അടുത്തോണ്ട് സ്ഥലം വിട്ടോ, ജീവനെങ്കിലും കിട്ടും. എടാ 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 എടാ, നില്ല നില്ല നില്ല. അയാളെ കൂടെ പോയത് ആര്? ആ കൊല്ലാളി. ഇങ്ങോട്ട്. അപ്പൊ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ. കൊല്ലടാ, കൊല്ലി. ഇങ്ങോട്ട് വാ. മലയാളി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരെ പോവാ? അങ്ങോട്ടൊന്നും പോകണ്ട. ബസ്സും ട്രെയിനും എല്ലാം മിന്നൽ പണി കൊടുക്ക. അതൊന്നും ഉള്ളതല്ലേ. ഇവിടുന്ന് നേരെ പോയാ ചെല്ലപ്പോയ ലോഡ്ജ്. അവിടെ ആകുമ്പോ ആരും അറിയില്ല. ബസ് സ്റ്റാൻഡിന് അടുത്തു. പക്ഷെ തലവളി കാണിക്കരുത്, വെട്ടിക്കൊണ്ടു പോകും. ഇവിടെ ധാരാളം ഈരാളിയുടെ ആൾക്കാരുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്ക. ലോഡ്ജിൽ കള്ളപ്പേരെ പറയാവൂ, ഇല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും. കള്ളപ്പേര് പറയാ. അപ്പൊ ഞാൻ തനിച്ച് പോണോ? തനിച്ച് പോണം. പോണല്ലേ? അപ്പൊ ചെല്ലപ്പയ്യല്ലേ? സത്യം പറ മോനെ, നീ കല്യാണം കഴിച്ചതാണോ? ഇതുകൊള്ള ബോംബെയിൽ കിടന്ന് എന്നെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചോന്ന്. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടും ഇല്ല, കഴിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടും ഇല്ല. നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടതയമേത്. പിന്നെ മാങ്ങ തേങ്ങ അയാളോട് ഒന്ന് ചാടിത്തുള്ളത് കേട്ടല്ലോ. നീ അയാളുടെ മോക്ക് മോതിരം മാറിയതൊക്കെ. അച്ഛൻ എന്നെക്കാൾ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ്. അയാൾ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പറയാൻ. അത് ശരിയാ, വിളിക്കേ. നമസ്കാരം. നമസ്കാരം. മോനെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് നിന്റെ അമ്മായിയപ്പൻ. ചോദിക്കാൻ. ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു. ഇല്ല. പിന്നെ കഴിക്കാവുന്ന വാക്ക് തന്നു. ഇല്ല. ഏയ്, സത്യം പറയണം. തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല.
താനല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ വിളിച്ചു പോയത് എന്റെ മോൻ തന്റെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറിയെന്നോ ഒക്കെ അതിനെ മേനോൻ സാറിന്റെ മോനാണോ? എന്താ വല്ല സംശയമുണ്ടോ? എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു സംശയവും ഇല്ല, ഇത് ഞങ്ങളുടെ മോൻ തന്നെയാ. ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല, സാറിന്റെ മറ്റേ മോൻ. മറ്റേ മോനോ? അതേതാ ഈ മറ്റേ മോൻ? സാറിന്റെ മൂത്ത മോൻ. എനിക്ക് ഞാൻ അറിയാതൊരു മോനോ? അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല. അത് സാറിന്റെ മോൻ തന്നെയാ. ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു മോനോ? ഇയാള് വെറുതെ പറയുന്ന? വെറുതെ ഒന്നുമല്ല. ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ ചുണ്ട്, നിങ്ങൾ അതുപോലെ വാർത്തു വെച്ചിരിക്കുക. ആർക്കും കണ്ണടച്ചോണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന്. സാറേ വേലിറക്കരുത്. ഇവിടെ വരുന്ന വേലക്കാരൻ ചെലപ്പൻ എവിടെ? അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യത്തിനും അവൻ സാക്ഷിയുമാണ്. അവൻ എവിടെ? വിളിക്കേ. അവൻ വീട്ടിൽ പോയി. ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി. നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശമെന്നും എനിക്കറിയാം. കൂടുതൽ വർത്താനം പറയരുത്. തന്റെ പേര് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മേനോൻ സാറേ, നിങ്ങളെക്കാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ളവനാണ് ഈ ഗോവിന്ദപ്പിള്ള. കോടതി വരാന്തിയിൽ കുറെ കയറി ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലും കൊല്ലം നടത്തി ജീവിച്ചു വരാൻ ഞങ്ങൾ സൂക്ഷിച്ചോ. പേടിപ്പിക്കുക അങ്ങനെയാണെന്ന് വെച്ചോ. താൻ എന്ത് ചെയ്യും? അത് ഞാൻ അപ്പ കാണിച്ചു തരാം. സാറേ, ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ഒരാഴ്ചക്ക് ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പ കാണിച്ചു തരാം. എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. നിനക്ക് അടുത്ത ഫ്ലൈറ്റ് എപ്പോ? 5:10 ടെലഗ്രാം കിട്ടിയ ഉടനെ പുറപ്പെട്ടതാ. എന്തോ അത്യാവശ്യമാണെന്ന് ഓർത്തത്. ഇനി 40 മിനിറ്റ് കൂടെ ഉള്ളൂ. മോനെ, നീ വേഗം പോ. ഇവിടെ നിന്നാലേ ഈ തന്തയുടെ സഹവാസം കൊണ്ട് നീയും പിഴച്ചു പോകും. പൊയ്ക്കോ. അച്ഛാ, ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. നീ വെക്കോ. പെട്ടിയും കിടക്കാനെല്ലാം എടുത്തോ, നമുക്കും പുറപ്പെടാം. ഇവിടെ ശരിയാവില്ല. വേണ്ട വേണ്ട, ഇവിടമേ ശരിയാവും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ തനി നേരം കണ്ടുപിടിച്ചത്. ഞാൻ എന്ത് വേണമെന്നേ പറയണേ? തനിക്ക് എന്നേക്കാൾ വിശ്വാസം കണ്ടവൻ പറയണ വാക്കില അല്ലേ? പണ്ടാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വിശ്വസിച്ചേ പറ്റൂ. അതിന് തക്ക കാരണങ്ങളും ഉണ്ട്. എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളക്കളികളും കളിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിവ് സഹിതം പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അതൊന്നുമല്ല, കാരണം എനിക്കറിയാം തനിക്ക് അവനെ കാണാണ്ട് ഉറക്കം വരില്ല. ആ ഗോപാലകൃഷ്ണൻ പഞ്ചപാവം പോലെ ശാസ്ത്രീയ സംഗീതം കേട്ടോണ്ട് ഇവിടെ ഇരിക്കും. ഒരു ബ്രഹ്മചാരി, കയ്യിലിരിപ്പ് മുഴുവനും കൊള്ളലാത്തതും. എന്നിട്ട് പഴി എനിക്കും അല്ലേ? നീ അങ്ങനെ വിഡ്ഢിയാക്കൊന്നും വേണ്ട. ഞാനും ചെറുതായി കണ്ടിട്ടുണ്ട്. കണ്ടെങ്കിലേ കണക്കായി പോയി. ഇനിയും കണ്ടെന്നും വരും. കൊല്ലനെ കൊല്ലും. ചെല്ലപ്പയ്യരെ, ചെല്ലപ്പയ്യരെ. ചെല്ലപ്പയ്യരെ, മുറി ഉണ്ടാ? അതെ, എന്ത് കുന്തായാലും ശരി, അതിനകത്ത് കയറിയ പിന്നെ പുറത്തേക്ക് വരേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവരുത്. പിന്നെ 1-നും 2-നും പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. എവിടെ നിന്ന് കയറി വരുന്ന ശല്യങ്ങൾ? അവിടെ പഠിച്ചെടുത്തോളൂ നല്ല പഠിച്ചോളൂ. പേര് പേരല്ലേ? പേര് പേര് ചെറിയ നായർ. ചെറിയ നായർ? തന്റെ അച്ഛന്റെ പേരെന്താ? കുര്യാക്കോസ് മേനോൻ. അമ്മയുടെ പേരെന്താ? മേരി തമ്പുരാട്ടി. അത് ശരി. അപ്പൊ ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും അല്ലേ? അങ്ങനെ ആയിട്ടല്ലേ തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ഞാൻ സഹിച്ചോളാം. എന്തേ
തരാം. ആ റൂമിന്റെ താക്കോലും കൂടെ ഉണ്ടാ. പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ. വേണ്ട, എനിക്ക് ഒന്നിനു പോണം. പൈസ കൊണ്ടാണ് പോടാ, ഇവിടെ 3 ഗ്ലാസ് പോടാ 3 ക്ലാസ് വേണ്ട. വേണ്ട. ഞാൻ എടുക്കാം. ഞാൻ അടിച്ചാല. എന്റെ പേര് നാരായണൻ. ഞാൻ വേണം. ഇല്ല, നമുക്ക് ഒറ്റൊന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം ഈരാളിന്റെ ആളുകളായിരിക്കും. പക്ഷെ എന്നെ കൊല്ലാൻ നടക്കുകയാണ്. എന്നാലും എടി രേവതി, എന്നോട് നീ ഇത് ചെയ്യേണ്ടില്ലായിരുന്നു. ഓക്കെ, ഇനി ഇതിന് യാതൊരു കുഴപ്പവും വരില്ല. ദിവാനി മേരാ കൃഷ്ണ ദിവാനി. എന്താ നോക്കുന്നത്? രേവതി ഇല്ലേ? രേവതി ഇല്ലേന്ന്. ഓഹോ, രേവതി എന്ന് വരെ ആയോ? നിങ്ങള് പരിചയക്കാരാണ് അല്ലേ? ഞങ്ങൾ തമ്മിൽ അറിയും. കടയിൽ വെച്ചുള്ള പരിചയമായിരിക്കും. അല്ല, കൂടുതലും പുറത്ത് വെച്ചുള്ള പരിചയം. ഓ, അപ്പോ പുറത്തു വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനാണ് ഇവൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ചമഞ്ഞൊരുങ്ങി പോകുന്നത്. ആ, രേവതി ഇവിടെ ഇല്ല. ആ, ശരി. അതെ, ടെസ്റ്റോ കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. കണക്കെല്ലാം ശരിയല്ലേ? അതെ. അങ്ങോട്ടും ഇങ്ങോട്ടും തരാനും കൊടുക്കാനൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ ഇറങ്ങല്ലേ? ഓക്കെ, ഞാൻ ഞാൻ 2 ദിവസം കഴിഞ്ഞു വന്ന് കുഴപ്പം വല്ലതും ഉണ്ടോ നോക്കാം. എന്തായാലും കുഴപ്പമാക്കില്ലോ. ഇനി വന്നിട്ട് കൂടുതൽ കുഴപ്പമാക്കണ്ട. കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചു. ഇയാളൊരു മോശരനാ. തള്ളെ കണ്ടെങ്കിൽ രേവതി ഒന്ന് കാണാമായിരുന്നു. അല്ല, നമ്മുടെ ഭാര്യ എവിടെ ഇല്ലേ? നമ്മുടെ അല്ല, എന്റെ ഭാര്യ. അതാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ മനസ്സിലായി. എന്നാൽ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അല്ല, കുറച്ച് ഇംഗ്ലീഷ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറയണം. ശരി. അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം. ഭർത്താവിന്റെ ഒരു ഗതികേട് കണ്ടില്ലേ? ഒരു ഇംഗ്ലീഷ് വേണ്ട. ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും. അതല്ലേ മനുഷ്യന്റെ ബുദ്ധി വേണമെന്ന് പറയുന്നത്. അതിലൂടെ ഇരിക്കട്ടെ. അവയുടെ ഇംഗ്ലീഷ് എന്റെ കൂടിനകത്ത്. ദിവാനി ദിവാനി മേരാ കൃഷ്ണ ദിവാനി. താരെ ഗരേ രിഗദപ ഗരേ പമ തപ നിദ തനി. അവൻ വന്നിരുന്നു. ആരെ? തന്റെ മറ്റവൻ. മറ്റവൻ വെച്ചാ? ഗോപാലകൃഷ്ണൻ. ആഹാ, അവന്റെ തന്ത അറിഞ്ഞിട്ട പേര് തന്നെ ഗോപാലകൃഷ്ണൻ. 16,008 ഒന്നായിരിക്കും താനും. അനാവശ്യം പറയരുത്. അല്ലെങ്കിലും കാണാൻ കൊള്ളാന്ന ആമ്പിളരെ കണ്ട നിങ്ങൾക്ക് കണ്ണുകടിയാ. അവനൊരു പാവം ചെറുക്കൻ. അവനെ എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ കാണിച്ചതുപോലെ വൃത്തികേട് ഞാൻ കാണിക്കില്ല. ഇല്ല ഇല്ല ഇല്ലല്ലോ. ഇല്ല. ഞാൻ വൃത്തികെട്ടവൻ. അതെ. ആഹാ, എന്റെ അടുക്കള നിങ്ങൾ പൊട്ടിച്ചോ? ആഹാ, എന്നാ നോക്കിക്ക. അങ്ങോട്ട് തൊട്ട് അമ്മയുടെ നേരെ. ദൈവമേ, ഇവരോട് പൊറുക്കണമേ. ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലുള്ള തന്റെ അറിവ്. അതെ.
അയ്യോ ഈശ്വര, നീ ദ്രോഹിനെ ചതിച്ചല്ലോ. നോക്കിക്കോ, ഇനി ഒറ്റർക്കാണെ അവിടെ വെച്ചേക്കില്ല. ഇപ്പോഴെങ്ങനെയുണ്ട്? എന്റെ റെക്കാർഡുകള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. താൻ കളിക്കുന്നതേ പുത്തമ്പരയിലെ രാവുണ്ണിമേനോടാ. അത് മറക്കണ്ട. പൊട്ടിച്ചോളൂ. ഒന്നല്ലേ പോയുള്ളൂ. ഇതാര്? ശക്തിരാഘവൻ പിള്ളയോ? ഓ, ശക്തിയൊക്കെ പണ്ടായിരുന്നു. അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ ഇന്ന് രക്ഷപ്പെടുമായിരുന്നോ? അല്ല, ഇപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി, എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ. എന്തു പറ്റി? സ്വാമിയേ, ശരണമയ്യപ്പ. എന്നെ ഒന്ന് രക്ഷിക്കണം. 2000 രൂപ കടം തരണം. മോട്ടിച്ച കാശാ, തൊണ്ടി കൊടുക്കണം. നിങ്ങൾ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്തായി കേൾക്കുന്നത്? മോട്ടിച്ചത് കള്ളൻ. തൊണ്ടിയോടുകൂടി തന്നെ ഞാൻ അവനെ പിടിച്ചു. തൊണ്ടിയോടുകൂടി തന്നെ അവൻ ഓടിപ്പോയി. ഇപ്പൊ തെണ്ടിയത് ഞാൻ. അതെന്താ? തൊണ്ടി 2000 രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടുന്ന് പുതിയ കേസ് SIR ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 2000 രൂപ കൊണ്ടുവന്ന് ഞാൻ SIയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ദേ ഇപ്പൊ ഇത് പോകും. സത്യം പറയാമല്ലോ ശക്തി, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. രൂപ ഞാൻ തരാം. 110 രൂപ പലിശ. അത്രേ ഉള്ളൂ. പ്രോംസറി നോട്ടും എഴുതണം. ഊവല്ലോ, സ്വന്തം കുഴിമാടം തോണ്ടുകയാണെന്ന് എനിക്കറിയാമല്ലോ. വേറെ വഴിയില്ലല്ലോ. ദേ, സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നുണ്ട്. എന്നാ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അകത്തോട്ട് കയറിക്കോ, കാശ് മേടിച്ചോ. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളാ വലതുകാലം വെച്ച് തന്നെ കേറിക്കോളാം. അത് വേണ്ട. എന്തിനു വലതുകാലം വെച്ച് കയറണം? മുടിഞ്ഞാലും സാമിയല്ലേ മുടിയുള്ളൂ. എന്റെ ഈ ഇടതുകാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വരാ, ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ ഭഗവാനെ. അങ്ങോട്ട് കയറിപ്പോട്ടെ.